ടാറ്റ എലക്സിയിലേക്ക് വരികയാണെങ്കിലും ജനറൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കനത്ത ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 45.3% ഒരു ഇടിവ്, അതായത് ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ 199 കോടി രൂപയിലുണ്ടായിരുന്ന കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നിലവിൽ ഇപ്പോൾ 108.9 കോടി രൂപയായിട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വരുമാനം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% ഒരു വർധനവ് മാത്രമേ കമ്പനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ. 953.5 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ആയിട്ടും വന്നിരിക്കുന്നത്. എക്സെപ്ഷണൽ ലോസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 95.7 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് എക്സെപ്ഷണൽ ലോസ് ഉള്ളത്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഒരു ഇടിവിനൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അതായത് എക്സെപ്ഷണൽ ലോസുകൾ ഒറ്റത്തവണ മാത്രം സംഭവിക്കുന്ന ഒരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് ഇപ്പോഴും 108 കോടി രൂപ ഈ ഒരു 95 കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസ് ഉണ്ടായിട്ടും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ഒരു ഇടിവ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോർ ബിസിനസ്സിൽ വന്നിട്ടില്ല. എന്നാൽ മുന്നേറ്റം ഉണ്ടായെന്നും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലല്ല നിലവിൽ ഇപ്പോൾ ഒരു പാദഫലം നിലവിലിപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിലവിലിപ്പോൾ ടാറ്റ എലക്സിയുടെ ഒരു ചാർട്ട് പരിശോധിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാകും? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ റാലിയാണ് കാണാൻ സാധിക്കുന്നത്. അത് ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ കറൻലി ഫോം ചെയ്ത് 5600 എന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൊമെൻ്റ് റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. കാരണം ബോട്ടം ലെവലിലെല്ലാം സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ്, സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അത് ടെക്നിക്കലി സ്ട്രോങ് പാറ്റേൺ ആണ് ടാറ്റ എലക്സിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഇന്നിപ്പോൾ ഒരു 1.5% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു നേരിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷറാണ്. അത് ഇമ്പോർട്ട് ലെവൽ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്.